PS5 ഡിസ്ക് വേർഷൻ എടുക്കണോ ഡിജിറ്റൽ വേർഷൻ എടുക്കണോ? വാ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് ഡിസ്ക് വേർഷനെ കുറിച്ച് സംസാരിക്കാം. ഡിസ്ക് വേർഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഡിസ്ക് ഡ്രൈവ് ഉണ്ടാവും. ഡിസ്ക് ഡ്രൈവ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഗെയിമിന്റെ ഡിസ്ക് പർച്ചേസ് ചെയ്ത് ഇതിലിട്ട് കളിക്കാൻ പറ്റും. അത് മാത്രമല്ല, പ്ലേ സ്റ്റേഷന്റെ സ്റ്റോറിൽ നിന്ന് ഓൺലൈനായിട്ട്, അതായത് ഡിജിറ്റലി നിങ്ങൾക്ക് ഗെയിം ഡൗൺലോഡ് ചെയ്യാനും പറ്റും. അപ്പോൾ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഗെയിംസ് കളിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇത് ഡിജിറ്റലി ഡൗൺലോഡ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ ഡിസ്ക് ഇട്ട് കളിക്കാനും പറ്റും. അപ്പൊ ഇനി നമുക്ക് ഡിജിറ്റൽ വേർഷനെ കുറിച്ച് സംസാരിക്കാം. ഡിജിറ്റൽ വേർഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇതിൽ ഡിസ്ക് ഡ്രൈവ് ഉണ്ടാവില്ല. ഡിസ്ക് ഡ്രൈവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആകെ ഗെയിംസ് കളിക്കാൻ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. പ്ലേ സ്റ്റേഷന്റെ സ്റ്റോറിൽ നിന്ന് ഗെയിംസ് പർച്ചേസ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഒരു കമ്പാരിസൺ നടത്താം. PS5 ഡിസ്ക് വേർഷൻ, ഡിജിറ്റൽ വേർഷൻ, ഇതിന്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് PS5 ഡിസ്ക് വേർഷനെ പറ്റി പറയാം. ഈ ഇരിക്കുന്നതാണ് PS5 ഡിസ്ക് വേർഷൻ. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 54,000-നാണ്. വിത്ത് എ ഗെയിം, ഒരു സ്റ്റെല്ല ബ്ലേഡ് എന്ന് പറഞ്ഞൊരു ഗെയിമിന്റെ ഡിസ്കും കൂടി എനിക്ക് 54,000-നാണ് ഈ ഒരു സാധനം കിട്ടിയത്. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ്സ്, എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഡിസ്ക് വേർഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രീ ഓൺഡ് ഡിസ്ക് പർച്ചേസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതായത് ഗെയിം നേഷൻ, ഗെയിം ലൂട്ട്, ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ നിന്ന് നിങ്ങൾക്ക് പ്രീ ഓൺഡ് ആയിട്ടുള്ള ഡിസ്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതായത് വേറൊരാള് പർച്ചേസ് ചെയ്ത ഗെയിം അയാൾക്ക് മതിയായി കഴിയുമ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിലിട്ട് സെൽ ചെയ്യാം, നമ്മൾക്ക് അത് ബൈ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, PS5ന്റെ ഗെയിംസ് ഒക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണ്. 5,000, 6,000, 7,000 അങ്ങനെയൊക്കെയാണ് റേഞ്ച് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ഗെയിം 5,000 റുപ്പീസിന്റെ ഒരു ഗെയിം ആണെങ്കിൽ, നിങ്ങൾക്ക് പ്രീ ഓൺഡ് ഡിസ്ക് അത് മേടിക്കാനാണെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മേ ബി നിങ്ങൾക്ക് ഒരു 2,500 അല്ലെങ്കിൽ 3,000 റുപ്പീസിന്റെ ഒക്കെ കിട്ടും. അപ്പോ PS5 ഡിസ്ക് വേർഷൻ എടുക്കുമ്പോൾ ഗെയിമിംഗ് ഡസൻ ഫീൽ വെരി കോസ്റ്റ്ലി. വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്നിട്ട് ആവശ്യം കഴിഞ്ഞു, ഈ ഡിസ്ക് ഇനി കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല എന്നാണെങ്കിൽ ഇതേ പ്ലാറ്റ്ഫോംസിലിട്ട് നിങ്ങൾക്ക് സെല് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് എന്നെ സംബന്ധിച്ച് ഞാൻ PS5 ഡിസ്ക് വേർഷൻ എടുക്കാനുള്ള ഏറ്റവും വലിയ കാരണം. ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് ഡിസ്ക് ഇട്ട് കളിക്കുന്നത് പോലെ തന്നെ പ്ലേ സ്റ്റേഷൻ സ്റ്റോറിൽ നിന്ന് ഡിജിറ്റലി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫെസ്റ്റിവൽ സീസണൊക്കെ വരുമ്പോൾ ഓഫേഴ്സ് ഉണ്ടാവും. ഓഫേഴ്സ് ഉണ്ടാകുമ്പോൾ 50% അല്ലെങ്കിൽ 30% ഡിസ്കൗണ്ടിലൊക്കെ നിങ്ങൾക്ക് ഗെയിംസ് ഡിജിറ്റലിയും പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഒരു രണ്ട് ചോയ്സ് ഉണ്ടാകും, ഡിസ്ക് ഇട്ട് കളിക്കാം അല്ലെങ്കിൽ ഡിജിറ്റലി ഡൗൺലോഡ് ചെയ്യാം. PS5 ഡിസ്ക് വേർഷന്റെ നെഗറ്റീവ്സിലേക്ക് വരാം. ഇപ്പോൾ ഒരു ഗെയിം നമ്മൾ പ്ലേ സ്റ്റേഷൻ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഡിസ്ക് വേർഷൻ ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആ ഗെയിം എപ്പോഴും റൺ ചെയ്യണമെങ്കിൽ ഈ ഡിസ്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്തു, സിസ്റ്റത്തിൽ ഫയൽസ് മൊത്തം ഇൻസ്റ്റാൾ ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ വട്ടവും നമ്മൾ ആ ഗെയിം റൺ ചെയ്യണമെങ്കിൽ ഈ ഒരു ഡിസ്ക് ഇൻസേർട്ട് ചെയ്താൽ മാത്രമേ ആ ഗെയിം ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ പെട്ടെന്ന് നമുക്ക് ഗെയിം സ്വിച്ച് ചെയ്യണം, വേറൊരു ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ ഓരോ തവണയും നമ്മൾ ഈ ഒരു ഗെയിം ഇജക്ട് ചെയ്തു നെക്സ്റ്റ് ഗെയിമിന്റെ ഡിസ്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ നമുക്കിനി PS5 ഡിജിറ്റൽ എഡിഷനിലേക്ക് വരാം. അപ്പോൾ ഡിജിറ്റൽ എഡിഷന്റെ പോസിറ്റീവ്സിൽ നിന്ന് തുടങ്ങാം. ഏറ്റവും വലിയ പോസിറ്റീവ് പ്രൈസ് ആണ്. കമ്പയറിംഗ് ടു PS5 ഡിസ്ക് എഡിഷൻ, ഇതിന്റെ പ്രൈസ് ഇസ് മച്ച് മോർ ചീപ്പർ. 2 മാസം മുമ്പ് ഞാൻ നോക്കിയപ്പോൾ ഇതിന്റെ പ്രൈസ് 44,990 ആയിരുന്നു. ആ സമയത്ത് ഡിസ്ക് എഡിഷന്റെ പ്രൈസ് 54,000 ആയിരുന്നു. പ്ലേ സ്റ്റേഷൻ എല്ലായിടത്തും പ്രൈസ് കൂടിയത് കൊണ്ട് തന്നെ 44,000 ഒന്നും ഇനി എന്തായാലും ഡിജിറ്റൽ എഡിഷൻ കിട്ടില്ല. എങ്കിൽ പോലും കമ്പയറിംഗ് ടു ഡിസ്ക് എഡിഷൻ, ഡിജിറ്റൽ എഡിഷൻ ആണ് ചീപ്പർ. അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ പോസിറ്റീവിലേക്ക് വരാം. പ്ലേ സ്റ്റേഷൻ പ്ലസ് സബ്സ്ക്രിപ്ഷൻ അവൈലബിൾ ആണല്ലോ. അപ്പൊ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ ഒരു എമൗണ്ട് കൊടുത്ത് ഒരാളൊരു മെമ്പർ ആകുമ്പോൾ അതിൽ ഹൺഡ്രഡ്സ് ഓഫ് ഗെയിംസ് ഫ്രീ ആയിട്ട് ആ ഒരു ഗെയിം കാറ്റലോഗിൽ അവൈലബിൾ ആകും. അപ്പോൾ ഒരു എമൗണ്ട് കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് PS5 ഡിസ്ക് എഡിഷൻ എടുത്താലും ഡിജിറ്റൽ എഡിഷൻ എടുത്താലും ആൾക്ക് കുറെ ഗെയിംസ് ഫ്രീ ആയിട്ട് കളിക്കാം. അപ്പോൾ ഇറ്റ് ഡസൻ മേക്ക് എ വെരി ബിഗ് ഡിഫറൻസ്. ഞാൻ എടുത്തിരിക്കുന്നത് PS പ്ലസ് എക്സ്ട്രാ സബ്സ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ 3 മാസത്തേക്ക് 2,000 രൂപയുടെ പ്ലാൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഇത്രയധികം ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഗെയിംസ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോ മോസ്റ്റ്ലി PS സബ്സ്ക്രിപ്ഷനിൽ നിന്ന് തന്നെയാണ് ഗെയിംസ് എല്ലാം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്ക് വേർഷനാണ് ഞാൻ പർച്ചേസ് ചെയ്തതെന്ന് പറഞ്ഞാലും ഞാൻ ഒരുപാട് ഡിസ്ക് ഒന്നും ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടില്ല. ഞാൻ എല്ലാം ഡിജിറ്റലി തന്നെയാണ് ഇപ്പോൾ മോസ്റ്റ്ലി ഇതുവരെ കളിച്ചിട്ടുള്ളത്. പക്ഷെ ഇത് എപ്പോഴാണ് ശരിക്കും മാറ്റർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ പ്ലേ സ്റ്റേഷൻ പ്ലസ് സബ്സ്ക്രിപ്ഷന്റെ കാറ്റലോഗിൽ ഇല്ലാത്ത ഗെയിംസ് കളിക്കണം എന്നൊരു ആഗ്രഹം തോന്നുമ്പോഴാണ്. ഇപ്പോൾ PS5ന്റെ ഡിജിറ്റൽ എഡിഷൻ ആണ് നിങ്ങൾ ഓൺ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഒരു ഗെയിം കളിക്കാൻ തോന്നിയാൽ നിങ്ങൾക്ക് ആ ഒരു ഗെയിം ഫുൾ പ്രൈസ് കൊടുത്ത് പർച്ചേസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഓഫറിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ നിങ്ങൾക്ക് ഡിസ്ക് എഡിഷന്റെ PS5 ആണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രീ ഓൺഡ് ഡിസ്ക് നമുക്ക് പർച്ചേസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇനി PS5 ഡിജിറ്റൽ എഡിഷന്റെ നെഗറ്റീവ്സിലേക്ക് വരാനാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതിൽ ഡിസ്ക് ഡ്രൈവ് വരുന്നില്ല. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ്. പക്ഷെ കുറച്ച് നാള് മുമ്പ് സോണി ഈ കാര്യത്തിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്നായിരുന്നു. ഇപ്പൊ റീസെന്റ് ഇറങ്ങുന്ന എല്ലാ PS5 ഡിജിറ്റൽ എഡിഷനിലും നിങ്ങൾക്ക് എക്സ്റ്റേണലി ഒരു ഡിസ്ക് ഡ്രൈവ് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്.
അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഡിസ്ക് ഡ്രൈവ് മേടിക്കുന്നെങ്കിൽ ഒരു 12,000 to 14,000 റേഞ്ച് ആണ് പ്രൈസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് PS5 ഡിജിറ്റൽ എഡിഷൻ വേണോ ഡിസ്ക് എഡിഷൻ വേണോ എന്ന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ഇനിയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ ഓക്കെ, ബൈ.